അതിന് കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നല്ലോ. ഒരു ബസ്സിൽ ഒരു വൃദ്ധൻ ഒരു പെൺകുട്ടിയുടെ മാറിലേക്ക് എത്തി നോക്കുന്നു. എന്നിട്ട് ആ കുട്ടി അത് വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു, ഒളിഞ്ഞു നോട്ടക്കാരൻ എന്ന രീതിയിൽ. അപ്പോൾ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്താണ് വിവരം? അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം രണ്ട് വ്യക്തികൾ ഇപ്പോൾ സമൂഹത്തിൽ അപഹാസ്യനായി, ഒരുപക്ഷെ നോക്കി എന്ന് പറയുന്ന ആൾക്ക് കുടുംബം ഉണ്ടാകാം, മക്കളുണ്ടാകാം, ചെറുമക്കളുണ്ടാകാം, അവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നവരായിരിക്കാം. സമൂഹത്തിൽ അയാൾ നാണം കെട്ടുപോയിരിക്കാം. ഈ വീഡിയോ ഒന്നും എടുക്കാതെ ഒരുപക്ഷെ അത് പിന്നെ എന്താ പറയുക, ആ പ്രശ്നത്തെ അവിടെ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. സംസാരിച്ച് തീർക്കേണ്ട എന്നല്ല, ഒരു പെണ്ണ് അനുഭവിച്ച കാര്യങ്ങൾ സംസാരിച്ചാൽ തീരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. പക്ഷെ എങ്കിൽ പോലും അത് നോക്കിയത് ഫോണിലേക്കാണോ അല്ലെങ്കിൽ മാരണത്തിലേക്കാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഞരമ്പ് രോഗമുള്ള ആണുങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, എല്ലാ ആണുങ്ങളും സത്യവാനാണെന്നും പറയുന്നില്ല. ജീവിതത്തിൽ മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഞരമ്പ് രോഗികളിൽ നിന്ന് നേരിടുകയും തക്ക സമയത്ത് ഞരമ്പ് രോഗത്തിന് പരിഹാരം കാണുകയും ചെയ്ത ആളാണ് എന്ന അനുഭവത്തിനെ മുൻനിർത്തി പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടിയുടെ സാരിക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയ ഒരു വയസ്സായ മനുഷ്യനെ പഞ്ഞിക്കിടുന്ന വീഡിയോ. ആദ്യമേ തന്നെ ആണുങ്ങളോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച, ചേട്ട, സഹോദര, മകനെ, ദയവായി ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ ഇരിക്കുക. നിങ്ങൾക്കൊക്കെ സ്വന്തമായി ഒരു അമ്മ, ഭാര്യ, പെങ്ങൾ, മകൾ, കാമുകി ഒക്കെ ഇല്ലേ? അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. ഇനി പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. അടങ്ങി ഒതുങ്ങി നടക്കുന്നവർക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. ഞാൻ സാരി പതിവായി ഉടുക്കാറുണ്ട്. ഇന്നേ നാഴിക വരെ എൻ്റെ എങ്ങും ആരും ഒളിഞ്ഞു നോക്കിയില്ല. അതിന് കാരണം സാരി ഉടുക്കേണ്ട പോലെ ഉടുക്കണം. കേട്ടിട്ടില്ലേ, കാടിയായാലും മൂടി കുടിക്കണം എന്ന്. ഇതാ ഞാനും സാരി ഉടുത്ത ഒരു ഫോട്ടോ ഒപ്പം പങ്കുവെക്കുന്നു. സാരി അത്യാവശ്യം ഒരു സെക്സി ഡ്രസ്സാണ്. പെണ്ണിന്റെ മനസ്സ് പോലെ അവൾ ആഗ്രഹിക്കും പോലെ ഉടുക്കാൻ കഴിയും. പുതിയ ട്രെൻഡ് മാറണം, പുറത്തിടാം. 0% എന്നായിരിക്കും അവര്. അതുപോലെ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ വെളിയിലിട്ട് വയറ് പുറത്തിടാം. ഏതാണ്ട് പുറമ്പോക്ക് മിച്ചം ഭൂമി പോലെ, പട്ടയം കിട്ടിയതോ ഇല്ലാത്തതോ പോലെ, പുറകുവശം ചേന ചെത്തി കണ്ടിച്ചതുപോലത്തെ ബ്ലൗസ് ഇടാം. ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കാം. അങ്ങനെ അത്യാവശ്യം എന്നല്ല, ഇത്രയും സെക്സി ആയിട്ടുള്ള വസ്ത്രം വേറെ ഇല്ല. പക്ഷേ അത് ഉടുക്കേണ്ട പോലെ ഉടുത്താൽ ഇത്രയും മനോഹരമായൊരു വേഷവും. ദേ പെൺപിള്ളേരെ, പബ്ലിക് യാത്ര സൗകര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം. ആരും നോക്കരുത്, തൊടരുത്, മുട്ടരുത് എന്നൊക്കെയുള്ളവർ സ്വന്തമായി വാഹനം ഉപയോഗിക്കുക. റീച്ച് കിട്ടാൻ ഏതറ്റം വരെയും പോകാം എന്നില്ല. വലതുവശത്തിരുന്ന അപ്പച്ചൻ ഒളിഞ്ഞു നോക്കിയാൽ വൃത്തിയായി ലെയർ അടുക്കി പിൻ ചെയ്ത സാരിയുടെ ഇടയിലൂടെ എന്ത് കാണും എന്നാണ്. ആ പെൺകുട്ടിയെ പിടിച്ച് ഞോണ്ടി തൊട്ടു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങോട്ട് നോക്കാതെ ഒരാൾ തന്നെ നോക്കുന്നത് ഈ കുട്ടി എങ്ങനെ കണ്ടു? തന്നെയുമല്ല, അയാളുടെ ബാഗിൽ കത്തിയും ബ്ലേഡ് വരെ ഈ കുട്ടി എങ്ങനെ കണ്ടു? അത്രയും ആഴത്തിൽ ഈ കുട്ടി അയാളുടെ ബാഗ് പരിശോധിക്കാൻ ഇടയായ കാരണം എന്താണ്? നമ്മുടെ അടുത്ത സീറ്റിൽ ഒത്തിരി ആളുകൾ യാത്ര ചെയ്യാറില്ലേ? അവരുടെയൊക്കെ ബാഗും കണ്ണിന്റെ നോട്ടത്തിന്റെ ദിശകളും നമ്മൾ നോക്കാറുണ്ടോ? പിന്നുകൊണ്ട് കുത്തിയപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി പോലും. വീഡിയോ പിടിച്ച് വൈറലാകാൻ ശ്രമിക്കും മുന്നേ ആ ബസ്സിൽ ആരോടും എന്തേ പറഞ്ഞില്ല? ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ 100% പബ്ലിക് പെൺകുട്ടികളുടെ ഒപ്പമേ ഉണ്ടാകൂ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത്? പേരെടുക്കാനും റീലിട്ട് റീച്ച് കിട്ടാനും പണം സമ്പാദിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നവരോട് റീച്ച് അല്ല, ടീച്ച് കിട്ടാതെ നോക്കണം. അപ്പനും ആങ്ങളെയും ഭർത്താവും മകനും ഒക്കെയുള്ള പെണ്ണുങ്ങളുടെ കൈക്കരുത്തറിയാൻ ഇരിക്കുന്നതേയുള്ളൂ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് പെണ്ണുങ്ങൾ. ആ പെൺകുട്ടി വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ചൊവ്വയിലും ചന്ദ്രനിൽ നിന്നൊക്കെ പഠിച്ചതാകാം. എൻ്റെ പെൺകുട്ടികളെ, ഈ ചെറുപ്രായത്തിൽ ഇത്രയും മോശമായ ഭാഷയാണോ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? പുരുഷന്മാരെ, നിങ്ങളുടെ വശത്തു നിന്ന് ഒരു തെറ്റുണ്ടാകാതെ സൂക്ഷിക്കുക. കള്ളക്കേസുകളാണെന്ന് തോന്നിയാൽ പിന്നെ ഇടം വലം നോക്കണ്ട. റീലുണ്ടാക്കുന്ന വിദ്യ നിങ്ങൾക്കും അറിയില്ലേ? ഇവളുമാരൊക്കെ വെറുതെ അങ്ങ് ഫേമസ് ആയിക്കോട്ടെ എന്ന് നിങ്ങളായി ആ അവസരം പാഴാക്കരുത്. ഇതെന്റെ അപ്പനും മകനും സഹോദരനും ഭർത്താവിനും ഒരുപോലെ ബാധകമായ കാര്യമാണ്. ഇങ്ങനെയാണ് ദീപ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് തക്കതായ മറുപടി നൽകുന്നുണ്ട്. റീച്ചിനും റീൽസിനും പബ്ലിസിറ്റിക്കും വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന സ്ത്രീകൾക്ക് ഒരു കൃത്യമായ മറുപടി പോലെയാണ് എനിക്ക് തോന്നിയത്. ധന്യ, ഇപ്പോ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ധന്യായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്തേനെ? ഞാനായിരുന്നെങ്കിൽ
എന്തടാ പട്ടി നോക്കുന്നത്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ, നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നാൽ എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാനൊരു പക്ഷേ സൈലന്റ് ആയിട്ടിരിക്കും. എൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിൽ ഞാൻ നന്നായിട്ട് കടന്നാക്രമിക്കും. എങ്ങനെ കടന്നാക്രമിക്കും? വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കും. കായികമായിട്ട് നേരിടാൻ പദ്ധതിയൊന്നുമില്ല? കായികമായിട്ട് അത്രയ്ക്കുള്ള ഇത് കിട്ടിയിട്ടില്ല. അപ്പം മൂന്നാമത് ഓപ്ഷൻ മാത്രമായിട്ടാണ് ഒരു റീൽ എടുത്തിടുക എന്നുള്ളത്. അതെ അല്ലേ? അതെ. സാധാരണഗതിയിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായ പ്രതികരണം ആ അപകടത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനുവേണ്ട അനുബന്ധ തെളിവുകൾ വേണ്ടതാണെങ്കിൽ ഇമാതിരി വീഡിയോ ചിത്രീകരണമൊക്കെ ആലോചിക്കാവുന്ന സംഗതിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ആദ്യം പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അയാൾ ആവുന്നത്ര നോക്കിക്കോട്ടെ, അതിന് തെളിവ് സാധനം വീഡിയോയിൽ പതിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രതികരിക്കുക. അതിപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. പിന്നെ ഈ വസ്ത്രധാരണം ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റോഡിലിറങ്ങിയാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ എയറിലാവും. ഈ മര്യാദക്ക് മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു അന്തസ്സിൻ്റെ പ്രതീകമായിട്ട് ഉണ്ടാകാം. അതിപ്പോൾ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു പുനരാലോചന എല്ലാവർക്കും വേണ്ടതാണ്. ഈ പറയുന്ന പരിപാടി ഇപ്പോൾ പെൺകുട്ടികൾക്കേ ഉള്ളൂ ഈ കുഴപ്പം. ഈ പുതിയ മോഡേൺ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികളെ മാത്രം ഉദ്ദേശിച്ചാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 10 വയസ്സ് വരെ നിക്കർ, അത് കഴിഞ്ഞാൽ പാൻറ്റ് അല്ലെങ്കിൽ മുണ്ട്, ഇതിനപ്പുറം ഒരു ലോകം പുരുഷന്മാർ കണ്ടിട്ടില്ല. ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, ഇതിനപ്പുറം ഒന്നുമില്ല. ഈ ലോകത്തിറങ്ങുന്ന സകലമാന ഡ്രസ്സുകളും സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ചിലത് അതിൻ്റെ വസ്ത്രത്തിൻ്റെ അളവ് നീളം കുറയും, ചിലത് ആവശ്യമുള്ളിടത്ത് തുണി കാണില്ല, ആവശ്യമുള്ളിടത്ത് കുറേ പുറകെ ഇങ്ങനെ വലിഞ്ഞു തൂങ്ങി കിടക്കും. അപ്പോൾ ഇതൊക്കെ എടുത്ത് ധരിക്കുന്നവർ സാധാരണ ഇതൊന്നും ഇത്തരം എന്താ പറയുക, ഇതൊക്കെ കണ്ട് അങ്ങോട്ടൊന്നും നോക്കാനേ പാടില്ല, രാമരാമ ജപിച്ചിരിക്കുന്നവർ മാത്രമല്ല റോഡിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ള ചിന്ത അത്തരം വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർ ഉണ്ടാകേണ്ടതാണ്. പിന്നെ ആ കുട്ടി സാരിയാണ് ധരിച്ചിരുന്നത്. സാരി ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഒട്ടുമിക്ക മലയാളികളും ധരിക്കുന്ന ഇതാണ് സാരി. പക്ഷെ അതിലും എന്തൊക്കെ പരീക്ഷണം നടത്താം എന്നുള്ള ആലോചനകൾ ഗൗരവപൂർവ്വം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ശരീരം പ്രദർശിപ്പിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചാൽ ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ അങ്ങനെ നല്ലപോലെ വസ്ത്രം ധരിച്ചാലും ഞരമ്പ് രോഗം കാണിക്കുന്നവരെ നേരത്തെ പറഞ്ഞ പോലുള്ള മറ്റേ സൂചി കൊണ്ട് കുത്തുകയോ ചീത്ത വിളിക്കുകയോ ആളുകളെ വീട്ടിൽ തല്ലിപ്പിക്കുകയോ എന്ത് വേണേ ആവാം. അതിന് ഈ ആളുകളൊന്നും ഒരെതിരും പറയില്ല. ഇതിപ്പോൾ തടിച്ചു കൂടുന്ന ആൾക്കാർ ഈ രണ്ട് പക്ഷവും നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. അത് ഏകപക്ഷീയമായിട്ട് ഒരാളെ കുറ്റം ചാർത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ഈ പറയുന്ന പ്രതിക്കും കിട്ടാതിരിക്കാതില്ല.